കോഴിക്കോട് ജില്ലയിലെ LPG ഓട്ടോ തൊഴിലാളികളുടെ ദുരിതത്തിന് പരിഹാരം കാണാതെ സർക്കാർ. ജില്ലയിൽ 3000-ഓളം വരുന്ന ഓട്ടോറിക്ഷകൾക്ക് ആകെ ഉള്ളത് 2 LPG സ്റ്റേഷനുകളാണ്. പലതവണ അധികാരികളോട് പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലാതായതോടെ പ്രതിസന്ധി നീളുകയാണ്. ജില്ലയിൽ 3000-ഓളം LPG ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത്. തുടക്കത്തിൽ ജില്ലയിൽ 5 LPG സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ 2 മാത്രമാണ് അവശേഷിക്കുന്നത്. കുണ്ടായിത്തോട് പ്രദേശത്താണ് നഗരത്തിലെ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പയ്യോളിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനിൽ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ഇന്ധനം ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധനത്തിനായി കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. പലപ്പോഴും സമീപ ജില്ലകളിലെ സ്റ്റേഷനുകളെ അടക്കം ആശ്രയിക്കേണ്ട ഗതികേടും വരാറുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരത്തിന് ആരും ശ്രമിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ സെക്രട്ടേറിയറ്റിൽ തന്നെ 4 ആൾ പോയതാണ്, പരാതി കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് സിവിൽ സപ്ലൈസ് പമ്പ് ഇവിടെ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിനി. അത് പിന്നെ വെറും വാഗ്ദാനമായി മാറി. പ്രധാനപ്പെട്ട ആവശ്യം വെച്ചാൽ ഇവിടെ തൊഴിലാളികൾക്ക് ഇന്ധനം വേണ്ടേ, അതിവിടെ കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നില്ല, അതാണ് വിഷയം. ഇത് വെച്ചാൽ ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷനെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, അതേമാതിരി ഇനി 10-14-15 കൊല്ലം മുന്നേ ഇറങ്ങിയ സമയത്ത് ഭയങ്കര കെട്ടുകഴിച്ചിട്ട് ഇറക്കിയ ഒന്നിനും ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ആക്കുന്നില്ല. LPG ഓട്ടോറിക്ഷ നിരത്തിലിറങ്ങി 15 വർഷം കഴിഞ്ഞിട്ടും അടിസ്ഥാന ആവശ്യമായ ഇന്ധന ലഭ്യത പോലും ഉറപ്പുവരുത്താൻ സാധിക്കാത്തതിൽ സർക്കാരിനെതിരെ കനത്ത വിമർശനമാണ് ഉയർന്നത്. ജനം, കോഴിക്കോട്.